ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പൊ തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു തെർമൽ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്ന ഹീറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ടെമ്പറേച്ചറും ഹീറ്റും എന്താണ്. ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹോട്ട്നെസ്. ടെമ്പറേച്ചർ എന്താ പറയാ? ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് നമ്മളിപ്പോ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും, എത്രത്തോളം ഹീറ്റ്, എത്രത്തോളം ചൂട് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? തെർമോമീറ്റർ യൂസ് ചെയ്യും. പിന്നെ കൂടുതൽ ഹൈ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ തെർമോമീറ്റർ. ഇപ്പൊ ഓക്കെ, നമ്മൾ ചെറിയ ടെമ്പറേച്ചർ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പനി വരുമ്പോഴൊക്കെ നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യും. നേരത്തെയൊക്കെ മെർക്കുറിയുടെ തെർമോമീറ്റർ ആയിരുന്നു, ഇപ്പൊ ഡിജിറ്റലാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കൂടിയ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്തിലായിരിക്കും യൂസ് ചെയ്യണം? ആ ഇൻസ്ട്രുമെന്റ് കേട്ടിട്ടുണ്ടോ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? പൈറോമീറ്റർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, കേട്ടിട്ടുണ്ടോ? പൈറോമീറ്റർ എന്ന് പറയും. അതാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സാധാരണ രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പനിയല്ല, നല്ല ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പൈറോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ എന്താണെന്ന് എഴുതി പോയിക്കോ. ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ ബോഡി. ഓക്കെ, പ്രജീന എഴുതിക്കോട്ടാ. അടുത്ത ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ. Temperature it is the measure of degree of hotness of an object. Degree of hotness of an object. Okay. അപ്പൊ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ. അതൊന്നും എഴുതണ്ടല്ലോ, അതൊക്കെ അറിയാവുന്നതല്ലേ. നീ ജസ്റ്റ് പൈറോമീറ്റർ ആണെങ്കിൽ സൈഡിലൊന്ന് എഴുതിയിട്ടോ. ഹൈ ടെമ്പറേച്ചർ. High temperature is measured using an instrument called pyrometer. Pyrometer. ഓക്കെ, ഇനി ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന ഏതൊക്കെ യൂണിറ്റിലാ? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാ ടെമ്പറേച്ചറിന്റെ? കെൽവിൻ. ഓക്കെ, അല്ലാതെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്. അപ്പൊ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് കെൽവിൻ. അറിയാലോ, അതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. ഇനി ഡിഗ്രി സെൽഷ്യസിനെയും ഫാരൻഹീറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അല്ല, ജസ്റ്റ് അറിയാവുന്നതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇനി ഡിഗ്രി സെൽഷ്യസിന്റെ റേഞ്ച് ഇവിടെ ഡിഗ്രി സെൽഷ്യസിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? ഡിഗ്രി സെൽഷ്യസിന്റെ ലോവർ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ടു അപ്പർ റേഞ്ച് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഫാരൻഹീറ്റ് ആകുമ്പോൾ എങ്ങനെ വരും? 32 ഫാരൻഹീറ്റ് ടു 212 ഫാരൻഹീറ്റ്. ഇതാണ് റേഞ്ച്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് ലോവർ ലിമിറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് 100 മൈനസ് 0. ഓക്കെ, ഇസ് ഈക്വൽ ടു. ഇനി ഫാരൻഹീറ്റിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് മൈനസ് ഇറ്റ്സ് ലോവർ ലിമിറ്റ് 32 ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ്, അതായത് ഹയർ ലിമിറ്റ് 212 മൈനസ് ലോവർ ലിമിറ്റ് 32. ഇവിടെ നമുക്ക് എഴുതാം TC ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു TF. TF എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. TF മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. സോൾവ് ചെയ്ത് നമുക്ക് 5 9 എന്ന് എഴുതാം. ഓക്കെ, TC ബൈ 5 ഈക്വൽ ടു TF മൈനസ് 32 ബൈ 9. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ TF എഴുതാനാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ TF മൈനസ് 32 ഈക്വൽ ടു 9 ബൈ 5 TC. അവിടെ നമുക്ക് TF ഈക്വൽ ടു 9 ബൈ 5 TC പ്ലസ് 32. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? TC ഈക്വൽ ടു 5 ബൈ 9 TF മൈനസ് 32. ഇത് രണ്ടും എഴുതി വെച്ചോട്ടാ ജസ്റ്റ്.
നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാനൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് റിലേഷൻ എന്തെങ്കിലും 2 മാർക്കിന് ചോദിച്ചാലായി. അപ്പൊ ഇവിടെ തൊട്ട് എഴുതി വെച്ചോട്ടാ. ഇത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റില് ടെമ്പറേച്ചർ നമ്മൾ എന്തിലൊക്കെയാ മെഷർ ചെയ്യുന്നത്? ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. അപ്പൊ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ അത് രണ്ടും എഴുതി വെച്ചു. ലോവർ ലിമിറ്റ്, ഹയർ ലിമിറ്റ്. ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതി. രണ്ടിന്റെയും ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസിന്റെ ലോവർ ലിമിറ്റും ഹയർ ലിമിറ്റും, അതുപോലെ തന്നെ ഫാരൻഹീറ്റിന്റെ ലോവർ ലിമിറ്റും ഹയർ ലിമിറ്റും മാത്രം നോക്കി വെക്കുക. ഏതാണ്? ഇതിന്റെ ആണോ? അത് രണ്ടും, ഇതിനെ രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലൊക്കെ അല്ലേ നമ്മൾ വരുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും, ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റും, അതിനെ രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്യാൻ പോവാ. റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസിലെ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഹയർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. അത് അങ്ങനെയാ ഡെറിവേഷൻ വരുന്നത്. ജസ്റ്റ് ലിമിറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസിന്റെ ലിമിറ്റ് ഇത് നമുക്കിപ്പോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം കേട്ടോ. ലിമിറ്റ് ഏതൊക്കെയാന്ന് ഡിഗ്രി സെൽഷ്യസിന്റെ പിന്നെ ഓർത്ത് വെക്കാൻ പറ്റും. ഫാരൻഹീറ്റിന്റെ നോക്കി വെക്കണേ. ലോവർ ലിമിറ്റ് 32, ഹയർ ലിമിറ്റ് 212, 273.5, 273 നോക്കിയാൽ മതി. അത് അടുത്തത് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. കെൽവിൻ. കഴിഞ്ഞ എഴുതി കഴിയുമ്പോ പറയണേ. പയ്യെ എഴുതിയാൽ മതി, നോക്കി എഴുതിയാൽ മതി, ശ്രദ്ധിച്ച്. കഴിഞ്ഞ ഫാഹിമ എഴുതി കഴിയുമ്പോ പറയണേടാ. ഇത് മാറ്റാനാ? മാറ്റിയ അത് മാറ്റിയാൽ എനിക്ക് ഫാഹിമിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ശരി. എഴുതി കഴിഞ്ഞ ഫാഹിമ എഴുതി കഴിഞ്ഞ? ഓക്കെ. ഇനി അടുത്തത് കെൽവിൻ സ്കെയിൽ. ഇപ്പൊ നമ്മള് ഫാരൻഹീറ്റും ടെമ്പറേച്ചർ, ഇപ്പൊ നമ്മൾ എവിടെ എന്തൊക്കെയാ പറഞ്ഞ? ടെമ്പറേച്ചർ എന്താന്ന് പറഞ്ഞ്, ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന എന്തൊക്കെ കൊണ്ടാന്ന് പറഞ്ഞു? യൂണിറ്റ് ആണ്. ഇതിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ, ബാക്കി ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ നോക്കി. അടുത്തത് കെൽവിൻ സ്കെയിൽ. ഓക്കെ. കെൽവിൻ സ്കെയിൽ പറഞ്ഞു വന്നത് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. പി വി ഈക്വൽ ടു NRT നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാ വന്നത്? ഏതൊക്കെ ലോയിൽ നിന്നാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റിയത്? ഓർത്ത് പറഞ്ഞാൽ മതി. ആണോ? ബോയിൽസ് ലോ അല്ല, ലോ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിലും ഇക്വേഷൻ മാത്രം പഠിക്കാനാണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ. അപ്പൊ അത് വരുന്നത് ബോയിൽസ് ലോ എന്ന് പറയുന്ന ലോയും അതുപോലെ തന്നെ ചാൾസ് ലോ. ബോയിൽസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ നോക്കിക്കേ, അപ്പൊ അറിയില്ലെങ്കിൽ ജസ്റ്റ്, നമുക്കിത് ഫിസിക്സിൽ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറയുന്നൊന്നല്ല. പക്ഷെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുണ്ട്, ഈ ചാപ്റ്ററിൽ ആവശ്യമില്ല. ഓക്കെ. ഇല്ല, പക്ഷെ പറയുമ്പോ പറയണ്ടേ. ഇപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ
volume is inversely proportional to pressure. Okay, at constant temperature. Law അറിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചു കേട്ടോ. At constant temperature ഇപ്പൊ എഴുതണ്ട, ഞാൻ പറഞ്ഞ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. At constant temperature volume is inversely proportional to pressure. അതാണ് ബോയൽസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ചാൾസ് ലോ പറയുന്നത് at constant pressure volume is directly proportional to temperature. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലോയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ച ഇക്വേഷൻ ഇല്ലേ, PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ. അത് വന്നത് എങ്ങനെയാന്നാ പറയുന്നത്, ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വന്നത് രണ്ട് ലോ, അതായത് ബോയൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നാണ് ബോയൽസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ബോയൽസ് ലോ എന്ന് പറയുമ്പോൾ എന്താ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഓഫ് ദ ബോഡി, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്താ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഓക്കെ, അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് ബോയൽസ് ലോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നു, ചാൾസ് വന്നിട്ട് അടുത്ത ലോ പറഞ്ഞ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടെ ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റന്റ്, അടുത്തതിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മാറിപ്പോരുത്. ഫസ്റ്റ് വൺ എന്താ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ V, രണ്ടിലും V തന്നെയാ വരുന്നത്, ഇവിടെ മാത്രം മാറുന്നോ നോക്കിയാൽ മതി. അറ്റ് കോൺസ്റ്റന്റ്, ഇവിടെ P എടുത്തപ്പോൾ നോക്കിക്കേ, ഇവിടെ P എടുത്തപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി, ഇവിടെ T എടുത്തപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയി. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ V is inversely proportional to P, കോൺസ്റ്റന്റ് പ്രഷറിൽ V is directly proportional to T. ഈ രണ്ട് ലോയും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് V is directly proportional to T by P. ഓക്കെ, T by P എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് PV proportional to T. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ടാണ് നമ്മൾ PV equal to യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R, PV equal to RT. ഫോർ n number of moles നമുക്ക് എങ്ങനെ എഴുതാം, PV equal to nRT. ഓക്കെ, ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ കെൽവിൻ സ്കെയിലിലെ മെഷറിലേക്ക് വന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ ഇപ്പൊ പറയുന്നത്, ഈ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ എന്താ പറയുന്നത്, P ആൻഡ് V ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. Pയും Vയും Tക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ ലോയിൽ പറയുന്നത്. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഇത് രണ്ടും എന്നും ആറും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് PV is equal to RT ആണെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, നമുക്ക് പറയാം പ്രഷർ R എന്ന് പറയുന്നത് എന്താ, ആറിന്റെ വാല്യൂ അറിയോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.85 ജൂൾ പെർ മോൾ സംതിങ്. ഓക്കെ, അപ്പൊ PV ഈക്വൽ ടു RT. അപ്പൊ R എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ബാക്കി അപ്പൊ നമുക്ക് എന്ത് പറയാം, പ്രഷർ ആൻഡ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കുവാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് വോളിയം V is കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം P is directly proportional to T. ഓക്കെ, P is directly proportional to T. ഇതിനെ റിലേറ്റ് ചെയ്തൊരു ഗ്രാഫ് വരക്കും. ഇത് P, ഇത് T. അപ്പൊ ഇത് വരച്ചത്, ഇത് നമുക്ക് ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാ വന്നതെന്ന്. അധികം ഉള്ളിലേക്ക് തിയറിയിലേക്ക് നമുക്ക് കയറേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് -273.5. ഓക്കെ, ഇതാണ് നമ്മുടെ കെൽവിൻ സ്കെയിലിലെ വാല്യൂ. അപ്പൊ കെൽവിൻ സ്കെയിലിലെ റീഡിംഗ് എടുത്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കെൽവിൻ സ്കെയിൽ നമ്മളിപ്പോ മറ്റേ TC/TF നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ, അതുപോലെ കെൽവിൻ സ്കെയിലിലേക്ക് വന്നത് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞതും ആ ഇക്വേഷനിൽ നിന്നാണ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ആ ഒരു ഗ്രാഫിന്റെ ബേസിൽ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് -273.5 എന്ന് കിട്ടിയത്. അതാണ് നമുക്ക് കെൽവിൻ സ്കെയിലിൽ പറയാനുള്ളത്. കെൽവിൻ സ്കെയിൽ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.5. ഇതൊന്ന് ബോക്സ് ചെയ്തിട്ടേ കേട്ടോ. അപ്പൊ ആ ഇക്വേഷൻസ് 3 എഴുതി വെച്ചേക്കണം, TC, TF, TK. ഓക്കെ, എഴുതിക്കോ ജസ്റ്റ്. ഇത് ആ ലോ ആയിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യണേ. ഈ പറഞ്ഞേക്കുന്ന ബോയൽസ് ലോയും ചാൾസ് ലോയും സ്റ്റേറ്റ് ചെയ്തിട്ട് എഴുതണേ. ഇങ്ങനെ എഴുതി വെക്കരുത്, അത് ലോ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. പഠിക്കുകയും ചെയ്യണം. ഇത് ഈ 3 ഇക്വേഷനും ഒരുമിച്ച് എഴുതണം കേട്ടോ. നേരത്തെ എഴുതിയ TCയും TFും ഇല്ല, അതിന്റെ ഒപ്പം തന്നെ ഇതൊന്നും എഴുതി വെച്ചേക്കണം. അത് 3 ബോക്സ് ചെയ്തിടണം. അതാണ് നമുക്ക് ആകെ പഠിക്കാനുള്ള ടെമ്പറേച്ചറിന്റെ. ബോയിൽസ് ലോ പറയണോ? ബോയിൽസ് ലോ എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ volume is inversely proportional to
പ്രഷർ. എഴുതിക്കോ. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പേനവില്ലേ? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അടുത്തത് ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ V is directly proportional to T. അതായത് വോളിയം is directly proportional to temperature. വോളിയം is directly proportional to temperature. ഓക്കെ, എന്നിട്ട് ഫ്രം ഇത് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എഴുതി ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും കൊടുക്കുക. ഫ്രം ഇക്വേഷൻ 1 and 2 എന്ന് എഴുതിയിട്ട് വേണം പി വി ഇതിലേക്ക് എത്താൻ കേട്ടോ. വി പ്രൊപ്പോർഷണൽ ടു ടി പി. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഫ്രം ഇക്വേഷൻ 1 and 2 എന്ന് എഴുതിയിട്ട് ഇത് എഴുതണേ. വി പ്രൊപ്പോർഷണൽ ടു ടി പി, ടി ബൈ പി. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിയത്. വിവേകിന് മനസ്സിലായ? അർജുന് കാണാൻ പറ്റുന്നുണ്ടോ? പ്രജിന എഴുതുന്നുണ്ടോ? എടാ ഒന്ന് മെസ്സേജ് ചെയ്യണേ, വോയിസ് ക്ലിയർ ആവുന്നില്ല. ഇത് ഗ്രാഫ് എങ്ങനെയാ വന്നതെന്നാ? അതായത് ഈ മെഷർ വെച്ചിട്ട് ആബ്സല്യൂട്ട് സീറോയിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് കിട്ടിയത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഏതാണ് പ്രൊപ്പോർഷണാലിറ്റി? അതല്ലേ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ടല്ലേ കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. ഇത് കണ്ട പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ലല്ലോ. അത് മാറ്റിയിട്ട് നമ്മളിത് R കൊണ്ടുവന്നു, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R കൊണ്ടുവന്നു. ഓക്കെ, പി വി ഈക്വൽ ടു RT. അതാ ഞാൻ പറഞ്ഞ ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായ? ഇത് വന്നതല്ലേ? പിയും ടിയുടെ വാല്യൂസ് ഏകദേശം പ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുക. അതിലേക്ക് കൂടുതൽ കിടക്കണ്ട, ഗ്രാഫിന്റെ ഷേപ്പ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ഇത് കണ്ട ഫൈനൽ ഇക്വേഷൻ കോൺസ്റ്റന്റ് വോളിയത്തില് പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണെന്ന് മനസ്സിലായി. ഈ പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ വന്നതാണ് ഞാൻ ചോദിക്കണേ? വോളിയം ഉണ്ടാവൂലേന്നാ നമ്മള് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോ പിയും ടിയും മാത്രം എടുത്തിട്ടുള്ളൂ, കോൺസ്റ്റന്റ് വോളിയം എടുത്തേക്കുന്നത്. വോളിയത്തിന് ചേഞ്ച് വരുന്നില്ലല്ലോ, മറ്റേത് രണ്ടും വേരി ചെയ്തല്ല ഗ്രാഫ് വരച്ചത്. എടാ ആരാടാ സംസാരിക്കണത്? പീറ്റർ എഴുതി കഴിഞ്ഞ? ഫാഹിമ കഴിഞ്ഞ? ഓക്കെ, ഇനി ഹീറ്റ് എന്താ? ഹീറ്റ് ഓരോരുത്തരുടെ ഐഡിയ പറഞ്ഞാൽ മതി. ഫോം ഓഫ് എനർജി. കെമിസ്ട്രി പഠിച്ച്. ഓക്കെ, പീറ്ററിന്റെ ഐഡിയ എന്താ? ഹീറ്റ്. ഓക്കെ, ചോദ്യത്തിന് എന്താ ഐഡിയ ഉള്ളത്? ഹീറ്റ് എന്ന് പറയുമ്പോ എന്താ ഐഡിയ ഉള്ളത്? ഹീറ്റ് എന്ന് പറയുമ്പോ എന്താ? ചൂടാണെന്ന് പറയണ്ട, അത് ഓൾറെഡി പറഞ്ഞു. നമ്മള് പറഞ്ഞ ആൻസർ കറക്റ്റാ. ഇനി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ എന്താ? ഫോം ഓഫ് എനർജി. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർഡ് ബിറ്റ്വീൻ ടു ബോഡീസ് ബൈ വെർച്യൂ ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ. അപ്പൊ എന്താ മീൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് എനർജീസ് ഫോം ഓഫ് എനർജി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം ഹീറ്റ് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഈ ഒരു ഇതിന്റെ ഇവിടെ ഞാൻ ചൂടാക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഇതിപ്പോ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കരുത്, ഒരു സ്റ്റീൽ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിൽ ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കും.
ഇവിടെ ഹീറ്റ് കൊടുത്ത് ഈ എൻഡിലാണ് ഞാൻ ഹീറ്റ് കൊടുത്തത്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ ഹീറ്റ് ഉണ്ടാവും, ഇവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹീറ്റ് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹയർ ആയിരുന്നു ഹീറ്റ്, ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പൊ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹീറ്റിന്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സാധാരണ ഇപ്പൊ ഹീറ്റ് തന്നെയല്ലേ, ഇപ്പൊ നമ്മൾ വെള്ളം ഒഴുകുന്ന കേസ് ആയാലും നോക്കിയിട്ടുണ്ടെങ്കിലും കൂടിയ ലെവലിൽ നിന്നല്ലേ കുറഞ്ഞ ലെവലിലേക്ക് വരത്തുള്ളൂ. ഒരു ഡിഫറൻസ് ഉണ്ടാവത്തില്ലേ. ഇപ്പൊ ഒരു ഫ്ലോ ചെയ്യണം, ഇപ്പൊ എന്തും ആയിക്കോട്ടെ, ഒരു ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവണ്ടേ. ഹയർ ലെവലിൽ നിന്നല്ലേ ലോവർ ലെവലിലേക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഹീറ്റ് ആയാലും ഇപ്പൊ നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ മാത്രമായിരിക്കില്ല ഹീറ്റ് ഉണ്ടാവുന്നത്, അത് ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും, പക്ഷെ അതിന്റെ അടുത്ത് വരുന്ന ഏരിയയിലും ഹീറ്റ് ഉണ്ടാവും. അപ്പൊ ലോവർ കോൺസെൻട്രേഷനുള്ള ഏരിയയിലേക്കും എന്ത് ചെയ്യും, ഹീറ്റ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇവിടെ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത്രയും തന്നെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്തുണ്ടാവും, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി heat is the form of energy transferred thermal properties. Heat is കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂമറിക്കൽ അല്ലേ ചെയ്തത്, സോളിഡ്സിലെ ഫ്ലൂയിഡ്സിലെ. heat is the form of energy transferred between two systems. അതല്ലടാ ന്യൂമറിക്കൽ ചെയ്ത, കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ചെയ്തതല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ ന്യൂമറിക്കൽസ് ചെയ്തത്. heat is a form of energy transferred between two systems by virtue of the temperature difference. Temperature difference എന്ന് പറഞ്ഞാൽ മതി, ഡിഫറൻസ് പറയുന്ന മനസ്സിലായില്ലേ, ഹയർ ടു ലോവർ. by virtue of the temperature difference. ഹയർ കോൺസെൻട്രേഷൻ, ഹയർ ലെവലിൽ നിന്ന്, ഇപ്പൊ ഹീറ്റിന്റെ ആ ലെവൽ ഒന്നുകൂടെ പറയാം. heat is the form of energy. Heat is the form of energy transferred between velocity കുറക്കാനാ പറഞ്ഞത്, transferred between two system by virtue of its temperature difference. ഇത്രയും വെലോസിറ്റിയെ കുറക്കാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് ഞാൻ മിണ്ടാതിരിക്കേണ്ടി വരും. ഓക്കെ, കഴിഞ്ഞാൽ ഓക്കെ. അടുത്തത് തെർമൽ എക്സ്പാൻഷൻ. ഈ വേർഡ് നമുക്ക് പറയാൻ പറ്റും. എന്താ പീറ്റർ പറഞ്ഞേ, തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യുന്നത്, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഹീറ്റ് വരുമ്പോ എക്സ്പാൻഡ് ചെയ്യും, അത് തന്നെ നമുക്ക് പഠിക്കാനുള്ളൂ. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഹീറ്റിന്റെ എഫക്റ്റില് എന്തെങ്കിലും എക്സ്പാൻഷൻ സംഭവിക്കാം. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സോളിഡിലായാലും ലിക്വിഡിലായാലും ഗ്യാസിലായാലും ഉണ്ടാവും. അത് പല എക്സ്പെരിമെന്റ് വഴി, അതൊന്നും നമുക്ക് നോക്കണ്ടേയില്ല. നമുക്ക് ജസ്റ്റ് ഹീറ്റിന്റെ എഫക്റ്റിൽ എക്സ്പാൻഡ് ചെയ്യും. ഇപ്പൊ സോളിഡിന്റെ കേസിലാണെങ്കിൽ അതിന് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ചേഞ്ച് വരാം, എന്ന് പറയുമ്പോ ലെങ്ത്തിൽ ചേഞ്ച് വരാം, ബ്രെഡ്ത്തിൽ ചേഞ്ച് വരാം, അപ്പൊ ഏരിയയിൽ വരാം, വോളിയത്തിൽ ചേഞ്ച് വരാം. അപ്പൊ സോളിഡ്സിന്റെ കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഹീറ്റിന്റെ എഫക്റ്റില് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവും, ഏരിയക്ക് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ചേഞ്ച് ആണ്, നമുക്ക് ഇപ്പൊ ഏരിയയിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ തന്നെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയാ? ഓക്കെ, ഇപ്പൊ ഒരു ബോഡിയിലേക്ക്, ഇപ്പൊ ഒരു സോളിഡ്, അതിന്റെ ലെങ്ത് എല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഈ ഒരു സോളിഡിന്റെ ലെങ്ത് അല്ല്, അതിലേക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ കൊടുത്ത്, ആ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ലെങ്ത്തിന് എന്തോ ഒരു എക്സ്പാൻഷൻ സംഭവിച്ചു. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഡയമെൻഷൻ ചേഞ്ച് ആയി, ലെങ്ത്തിന് എക്സ്പാൻഷൻ സംഭവിച്ചു. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടായി. അതിനെയാണ് നമ്മൾ പറയുന്ന തെർമൽ എക്സ്പാൻഷൻ. ഈ വേർഡ് തന്നെ ഓർക്കണോട്ടെ, ഇപ്പൊ കിട്ടും പക്ഷെ പിന്നെ കിട്ടത്തില്ല. തെർമൽ എക്സ്പാൻഷൻ ഹീറ്റിന്റെ എഫക്റ്റില് എന്ത് ചെയ്യും, ബോഡിയുടെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ എക്സ്പെരിമെന്റ്, റെയിൽവേ ട്രാക്ക് കറക്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ റെയിൽവേ ട്രാക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നത്. അതൊക്കെ ഈ ഞാൻ ആക്ച്വൽ ആപ്ലിക്കേഷനാ പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന വലിയ ഗ്യാപ്പ് അല്ല, അല്ലാതെ തന്നെ ആ ട്രാക്കിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പൊ കാണിച്ചു തരാൻ, ഇപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതൊക്കെ എന്തിന്റെ ആപ്ലിക്കേഷൻ, അതാണ് റിയൽ ലൈഫിൽ വരുന്ന ആപ്ലിക്കേഷൻ. മനസ്സിലായ? തെർമൽ ഇപ്പൊ സെർച്ച് ചെയ്യണ്ട, അവിടെ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാൻ പോണേ, ശ്രദ്ധിച്ചേ.
ഇനി സംസാരിച്ച രണ്ടിനെയും മാറ്റിയിരുത്തോട്ടാ. ഓക്കെ, അപ്പൊ റെയിൽവേ ട്രാക്ക് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ എക്സ്പെരിമെന്റ് പറയാനുണ്ട്. എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ടൈമൊക്കെ പോകും. പറഞ്ഞുതരാനാ? ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് ശ്രദ്ധിച്ചേ, ഇപ്പൊ റെയിൽവേ ട്രാക്ക് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള എക്സാമ്പിൾ. അല്ലാതെ നമുക്ക് ഈ തെർമൽ എക്സ്പാൻഷൻ കാണിക്കുന്ന ടൈപ്പ് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, കോയിനൊക്കെ ചൂടാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് എന്തെങ്കിലും ഒരു സോളിഡ് കൺസിഡർ ചെയ്തിട്ട് അതിൽ നമ്മളിപ്പോ പൈസ ഇടണ സംഭവം ഇല്ലേ? ഓ അതല്ലടാ, മറ്റേ എന്താ പറയാ, ഇപ്പൊ കോയിൻ ചൂടാക്കിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചെയ്ത് നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ് കഴിഞ്ഞിട്ടേ പറയുള്ളൂ, എന്റെ പോർഷൻസ് നിൽക്കില്ല, നിനക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. ഓക്കെ, ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. എക്സ്പെരിമെന്റ് ചെയ്യാനാണെങ്കിൽ ടീച്ചർ ഇന്ന് ഫുൾ എടുത്താലും അത് മനസ്സിലാക്കൂല. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ മനസ്സിലായ? നീ ഒരു 5 മിനിറ്റ് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഹീറ്റിന്റെ അതൊന്നും നമ്മളിനി മിണ്ടിയ നമ്മളെ ഞാൻ നിൽക്കും. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായില്ലേ? ഹീറ്റിന്റെ എഫക്റ്റില് എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റിന്റെ സോളിഡിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുക. അതിനാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പൊ എഴുതിക്കോ, ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി. എഴുതിക്കേ, ദ ഇൻക്രീസ് ഇൻ dimension of a body, the increase in dimension of a body due to increase in temperature, the increase in dimension of a body due to increase in temperature is called thermal expansion. Okay, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ, the length of the body, the length of the body the length of the body increases, length of the body increases with temperature, length of the body increases with temperature is called linear expansion, is called linear expansion. അടുത്ത പോയിന്റ്, ഏരിയ ഓഫ് ദ ബോഡി, ഏരിയ ഓഫ് ദ ബോഡി increases, area of the body increases with the temperature is called area expansion, area of the body increases with the temperature is called area expansion. അടുത്തത് വോളിയം, വോളിയം എഴുതിക്കോ അതുപോലെ തന്നെ, area expansion. അടുത്തത് വോളിയം, volume of the body increases with the temperature is called volume expansion. Okay, ഓക്കെ, ഇപ്പൊ ഏരിയ എക്സ്പാൻഷന്റെയും ഏരിയ എക്സ്പാൻഷന്റെ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നമ്മള് എന്താണ് ഈ പൈസ ഒക്കെ കളക്ട് ചെയ്യണ സംഭവം ഇല്ലേ, പിള്ളേർ പൈസ ഒക്കെ ഇട്ട് കൂട്ടി വെക്കൂലേ, അത് അതിൻ്റെക്ക് ഇപ്പൊ മെറ്റൽ ആയാലും എന്തായാലും നമ്മളിപ്പോ കോയിൻ എടുത്തിട്ട് ആ ഒരു ചെറിയ വിട്ടില്ലേ,
അതിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകും. ഇപ്പൊ നമ്മൾ ഈ കോയിൻ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ കോയിൻ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ അവിടെ ആ ഒരു വിഡ്ത്ത് എക്സ്റ്റെൻഡ് ആവത്തില്ല, കറക്റ്റ് ആയിട്ട് അതിൽ കൂടെ പോകത്തില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് വേണ്ട കേട്ടോ, ചെയ്ത് നോക്കണ്ട. ഇപ്പൊ റിസ്ക് അല്ലേ, ചൂടൊക്കെ എടുത്ത് വേണ്ട, കൈയൊക്കെ വേണ്ട, എന്നാ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇത് തന്നെ സംഭവം. അപ്പൊ കോയിൻ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നെങ്കിൽ മെറ്റല് സോളിഡ് ചൂടാക്കി കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ലെങ്തോ ഏരിയോ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ കൂടെ പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വോളിയം എക്സ്പാൻഷൻ പറയണമെങ്കിലും ഞാൻ വായിച്ച ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ബോട്ടിൽ നമ്മൾ ബലൂൺ ഇങ്ങനെ ഇട്ട് വെക്കത്തില്ലേ, ബോട്ടിൽ നമ്മൾ ബലൂൺ കാണിച്ചു തന്നെ കറക്റ്റ് ആയിട്ട്, അതാണ് എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ബലൂൺ നമ്മളൊരു ബോട്ടിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചേക്കുവാന്ന് വിചാരിക്കും. ആ ബോട്ടിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിലോ എന്തിലെങ്കിലും വെക്കുവാണെങ്കിൽ അപ്പൊ എക്സ്പാൻഷൻ സംഭവിച്ചിട്ട് ആ ബലൂൺ വീർത്ത് വരും. പക്ഷെ അതേസമയം നമ്മൾ ആ ഒരു ചൂട് വെള്ളത്തിൽ നിന്ന് മാറ്റി നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് വെക്കുവാണെങ്കിൽ അത് പഴയ രീതിയിൽ തന്നെ ആവും. അതാണ് വോളിയം എക്സ്പാൻഷന്റെ എക്സാമ്പിൾ. ഞാൻ ചെയ്തു നോക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, വായിച്ചേക്കണതാ. ഓക്കെ, ചെയ്തു നോക്കാനല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ റെയിൽവേ ട്രാക്കിന്റെ കേസ് പറഞ്ഞത്. അല്ലാതെയുള്ള എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എത്രത്തോളം വരും എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ എന്താ പറഞ്ഞ പീറ്റർ തന്നെ പറ. ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ എന്താ എഴുതിയ, ബുക്ക് നോക്കരുത്. ലെങ്ത് ഓഫ് ദ ബോഡി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് ബോഡിയുടെ ലെങ്ത് കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ പറയും ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സോളിഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിന്റെ സാധാരണ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് L ആയിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ബോഡി എന്റെ കയ്യിലുണ്ട്, ഒരു സോളിഡ് മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ട്, അതിന്റെ ലെങ്ത് L ആയിരുന്നു. ഇതിലേക്ക് ഞാൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ എന്തോ ഒരു പാഹിമേ, നീ താഴേക്ക് നോക്കി സംസാരിച്ചാൽ എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും ആരാ സംസാരിക്കണേ. നീ തിരിച്ചിരിക്കോണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കാൻ ഒരു സോളിഡ് കൺസിഡർ ചെയ്ത് ഇതിന്റെ ലെങ്ത് എന്തായിരുന്നു, L ആയിരുന്നു ഇതിന്റെ ലെങ്ത്. ഇതിലേക്ക് ഞാൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ എന്തോ കുറച്ച് ടെമ്പറേച്ചർ ഇതിലേക്ക് കൊടുത്ത്. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ എന്തെന്നാ പഠിച്ചത് നമ്മൾ, ലെങ്ത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിലേക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ ഇതിനെന്ത് സംഭവിച്ചു, എക്സ്പാൻഡ് ആയി. ഡെൽറ്റ L എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ ഇവിടെ സംഭവിച്ചു. മനസ്സിലായ? അപ്പൊ നോക്കിക്കേ, ഡെൽറ്റ L ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആണെന്ന് നമുക്ക് പറയാം. അതായത് ലെങ്ത്, ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു പറയുമ്പോ എന്താ ഇൻക്രീസ് ചെയ്യുന്നത്, ഇവിടെ ആ ഒരു എക്സ്പാൻഷൻ ആണ് കൂടുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ L ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താ, ടെമ്പറേച്ചർ, ഞാൻ എത്രത്തോളം ടെമ്പറേച്ചർ ഈ ഒരു പർട്ടിക്കുലർ സോളിഡിലേക്ക് ഞാൻ എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഫസ്റ്റ് ഞാൻ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തു, ഈ ഒരു ഇതിലേക്ക്, ഈ ഒരു സോളിഡിലേക്ക് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്ത്, അപ്പൊ അത് കുറച്ച് എക്സ്റ്റെൻഡ് ആയി. എക്സ്റ്റൻഷൻ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, എന്നാലും കുറച്ച് എക്സ്റ്റെൻഡ് ആയി. പിന്നെയും ഞാൻ കൂടുതൽ ടെമ്പറേച്ചർ ഇതിൽ കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുവോ അത്രത്തോളം ഇത് എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, എക്സ്പാൻഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡെൽറ്റ L ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് പറയാം. ടെമ്പറേച്ചർ കൊടുക്കുന്തോറും ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്ന് രണ്ടും നമുക്ക് എഴുതാം ഡെൽറ്റ L ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ഡെൽറ്റ ടി, L ഡെൽറ്റ ടി എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഡെൽറ്റ L ഇസ് ഈക്വൽ ടു ആൽഫ L എന്ന് കൊടുക്കണേ. ആൽഫ L ഡെൽറ്റ ടി. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ആൽഫ L ആയി കൊടുത്തേക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഇതിൽ നിന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇതിന് പറയുന്ന പേരെന്താ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ആൽഫ L എങ്ങനെ എഴുതാം, ആൽഫ L ഈക്വൽ ടു ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L ഡെൽറ്റ ടി. പ്രോബ്ലം ചോദിക്കും, ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് ഡെൽറ്റ Lന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കില്ല, ഇതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. തെർമൽ എക്സ്പാൻഷൻ എന്ന് പ്രോബ്ലം ചോദിക്കും എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ L എഴുതി. ഇതിനെ പറയുന്ന പേരെന്താ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, മനസ്സ് പറഞ്ഞേ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം, A ഈക്വൽ ടു ഡെൽറ്റ A ഡിവൈഡഡ് ബൈ A ഡെൽറ്റ ടി. ഓക്കെ, ഇനി കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം, വിവേക് പറഞ്ഞേ.
വോളിയം എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇത് മൂന്നും എഴുതിയിട്ട് ബോക്സ് ചെയ്ത് വെക്കേ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. മൂന്നിന്റെയും ഇക്വേഷൻ മതി. ഇതെങ്ങനെ വന്നു പറയാൻ വേണ്ടിയാണ് ഇത് ഫുള്ള് പറഞ്ഞത്. ഒരെണ്ണം എഴുതി വെച്ചിട്ട് എഴുതിക്കോ. വേണ്ട, നമുക്ക് ഡെറിവേഷൻ അല്ല, ഇതിന് നമുക്ക് ന്യൂമറിക്കലേ ചോദിക്കുള്ളൂ. പിന്നെ ഇത് പിന്നെ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് വരുമ്പോ വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഇപ്പൊ നോക്കിക്കേ, ഇവിടെയൊക്കെ ഏരിയയിലെ ചേഞ്ച് ആവുള്ളൂ നേരത്തെ. ഇനി ഇവിടെ വോളിയം ആണെങ്കിൽ നോക്കിക്കേ, ഡെൽറ്റ വി പ്രൊപ്പോർഷണൽ ടു വി ആകും, ഡെൽറ്റ വി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. സെയിം തന്നെ ഡെൽറ്റ എല്ല് വന്ന സ്ഥലത്തെല്ലാം എന്ത് വരും? വോളിയം എക്സ്പാൻഷൻ ആണെങ്കിൽ എല്ലിന്റെ പ്ലേസിലെല്ലാം എന്ത് വരും? വി വരും. ഇനി ഏരിയ ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഡെൽറ്റ എല്ലിന്റെ പ്ലേസിലെല്ലാം എന്ത് വരും? എ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അഥവാ ചോദിക്കുമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. സിമിലർ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? ഇത് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ ഏരിയ എക്സ്പാൻഷൻ, ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആണ് പറയുന്നതെങ്കിൽ എന്ത് എഴുതുക? ഡിറൈവ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ എങ്ങനെ എഴുതുക? സെയിം തന്നെ ഇവിടെ നമ്മൾ എല്ല് കൺസിഡർ ചെയ്തേക്കുന്ന സ്ഥലത്തെല്ലാം ഇപ്പൊ നോക്കിക്കേ, ഏരിയ ഇപ്പൊ നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്തു. അവിടെ ശ്രദ്ധിക്കണേ, ഒരു സോളിഡ് കൺസിഡർ ചെയ്തു. ആ സോളിഡിന്റെ ഏരിയ എ ആയിരുന്നു. നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഏരിയ എന്തായിട്ട് മാറി? ഏരിയ എന്തായിട്ട് മാറി? ഡെൽറ്റ എ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എഴുതാം ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു എ, ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അവിടെ നിന്ന് നമുക്ക് എഴുതാം ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി. ഇവിടെ നിന്ന് ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ആൽഫ എ ഇൻറ്റു എ ഡെൽറ്റ ടി. ഇവിടെ നിന്ന് ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. ഇത് തന്നെ എഴുതി വെച്ചോ, നല്ലത്. ഇനി സെപ്പറേറ്റ് ചെയ്യണ്ട. ഓക്കെ, എഴുതി വെച്ചോട്ടാ. ഇനി വോളിയം ആണെങ്കിൽ അപ്പൊ എങ്ങനെ വരും? ഒരു സോളിഡ്, ആ സോളിഡിന്റെ വോളിയം എന്തായിരുന്നു? വി ആയിരുന്നു. നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വോളിയത്തിന് ഒരു പർട്ടിക്കുലർ ചേഞ്ച് വന്നു. ഓക്കെ, വി ആയിരുന്നു അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം എന്തായി? വി എന്തായിട്ട് മാറി? ഡെൽറ്റ വി ആയിട്ട് മാറി. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഡെൽറ്റ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി, ഡെൽറ്റ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. This is equation number 1 and this is equation number 2. From equation 1 and 2, delta v is directly proportional to v delta t. ഇവിടെ ഡെൽറ്റ വി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ആൽഫ വി ഇൻറ്റു വി ഡെൽറ്റ ടി. ആൽഫ വി ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഏരിയ എക്സ്പാൻഷൻ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വന്നോളൂ കേട്ടോ. ഇനിയുള്ള ക്ലാസ്സിൽ പീറ്റർ, ഇനിയുള്ള ക്ലാസ്സിലെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ എന്താണോ എടുക്കുന്നത് അടുത്ത ക്ലാസ്സിൽ എഴുതിപ്പിച്ചിട്ടേ തുടങ്ങുള്ളൂ. അല്ലെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. കുഴപ്പമില്ല, അവൻ വൈകിയില്ലെങ്കിൽ അവനോട് ലാസ്റ്റ് ചോദിച്ചോളാം. കുഴപ്പമില്ല. എന്ത് നല്ല കുഴപ്പമില്ല, ഇന്ന് എഴുതിച്ചിട്ടില്ല. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിക്കുന്നുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ നിങ്ങളല്ലേലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടില്ലെന്നേ പറയുള്ളൂ. മനസ്സ് ഞാൻ പറഞ്ഞില്ലേടാ, നീ ഇങ്ങനെ ന്യൂട്രലാവരുത്. അല്ല, അത് മാറ്റി മാറ്റി കഴിഞ്ഞ എഴുതി എഴുതിയാ ആരടാ പാട്ട് പാടുന്നത്? ഇവിടെ വന്ന് എന്ത് പഠിക്കും? എനിക്കും കേൾക്കാമല്ലോ. വാ
ഓക്കെ, ശ്രദ്ധിച്ചേ. കോഎഫിഷ്യന്റ് ഇനി റിലേഷൻ ചോദിക്കോട്ടെ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. വോളിയം അടുത്ത റിലേഷൻ തരാം. റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയ എക്സ്പാൻഷനും ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എല്ലും ഏരിയ എക്സ്പാൻഷൻ ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. ഓക്കെ, റിലേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു സോളിഡ് കൺസിഡർ ചെയ്യണതാണ് നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ. ഇതിന്റെ ലെങ്ത് എൽ ആണ്. ലെങ്ത് എൽ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ലെങ്ത് എൽ ആണെങ്കിൽ ഏരിയ എങ്ങനെ എഴുതാം? നമുക്ക് എൽ സ്ക്വയർ എന്ന് എഴുതാം. ലെങ്ത് എൽ ആണെങ്കിൽ നമുക്ക് ഏരിയ എൽ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഏരിയ ഇപ്പൊ ഈ ഒരു സോളിഡ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിന്റെ ലെങ്ത് എൽ, ഏരിയ എൽ സ്ക്വയർ. ഇനി ഇതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഏരിയക്ക് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും അല്ലെ? ഇനി ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്യും. ഡെൽറ്റ എൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെയാകും? എങ്ങനെ വരും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതായിരുന്നു ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ്പാൻഡ് ചെയ്ത് എൽ എന്ന് പറയുന്ന ലെങ്ത് എന്തായിട്ട് മാറി? ആഫ്റ്റർ അപ്ലൈങ് ടെമ്പറേച്ചർ എൽ ബിക്കം ഡെൽറ്റ എൽ ആയിട്ട് മാറി. അപ്പൊ ഒറിജിനൽ ഏരിയ എൽ സ്ക്വയർ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴുള്ള ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ ആയി. ഇതിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഒറിജിനൽ ഏരിയ എന്തായിരുന്നു? ഒറിജിനൽ ഏരിയ എന്താ? എൽ സ്ക്വയർ അല്ലെ? എൽ സ്ക്വയർ. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ എന്തായി? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ ആയി. ഇനി ഇൻക്രീസ് ഇൻ ഏരിയ, എത്രത്തോളം ഏരിയ ഇവിടെ ഇൻക്രീസ് ആയി എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ഇൻ ഏരിയ ഈക്വൽ ടു ഫൈനൽ ഏരിയ മൈനസ്, അതായത് നമ്മുടെ ഒറിജിനൽ ഏരിയ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ ചെയ്താൽ മതി. അതായത് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏരിയ എന്തായിട്ട് മാറി? ഫൈനൽ ഏരിയ എന്തായിട്ട് മാറി? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ഇനി അതിന് മുമ്പുണ്ടായ ഏരിയ എന്താ? എൽ സ്ക്വയർ. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്കിപ്പോ ഇൻക്രീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഇതല്ലേ ചെയ്യാം. അപ്പൊ ലെങ്ത് എൽ ആണ്, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡെൽറ്റ എൽ ആയിട്ട് മാറി. അപ്പൊ ഇൻക്രീസ് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ എൽ മൈനസ് എൽ, അതായത് ഇപ്പൊ ആയിരിക്കുന്ന ലെങ്ത് മൈനസ് നേരത്തെ ഉണ്ടായിരുന്ന ലെങ്ത്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ കാണാൻ വേണ്ടി എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പിന്നെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റി ആണ്. എല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ സ്മോൾ ആയതുകൊണ്ട് ഈ ടേം നെഗ്ലക്ട് ചെയ്ത് അപ്പൊ ബാക്കിയുള്ള എന്താ ഉള്ളത്? 2l ഡെൽറ്റ എൽ. ഓക്കെ, 2l ഡെൽറ്റ എൽ എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഞാൻ ഒരു എൽ കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാനാണ്. ഈ സ്റ്റെപ്പ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇൻക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിനെ ജസ്റ്റ് എൽ വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ വന്നിനി? 2l സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് വന്നു. ഓക്കെ, ഇനി ഈ എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ആയിരുന്നു എൽ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കേ, 2a ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഡെൽറ്റ എ ഈക്വൽ ടു ഡെൽറ്റ എ, ഇൻക്രീസിന്റെ ഏരിയ കണ്ടുപിടിച്ചോണ്ട് വന്നത്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുത്ത്? 2a ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി ഈ എനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെയാണ്. അപ്പൊ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 2 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇനി രണ്ട് ഇവിടത്തെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഡിനോമിനേറ്ററിനെ ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഇവിടെ സ്റ്റെപ്പ് എഴുതി വെച്ചേക്കാലും മറന്നു. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഇവിടെ ഡെൽറ്റ ടി എനിക്ക് കാണിച്ചു തരാം. ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി, ഡിനോമിനേറ്റർ മാത്രം, ഈക്വൽ ടു 2 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഓക്കെ, ഇനി ഇതെന്താ നമ്മൾ പഠിച്ച? ഇതെന്താ? ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? പീറ്റർ പറ.
ഇതെന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആൽഫ എ ഈക്വൽ ടു, ഇനി ഇതെന്താ? ലീനിയർ എക്സ്പാൻഷൻ. അപ്പോ ആൽഫ എൽ, ഇവിടെ ഒരു 2 മാത്രം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ തമ്മിലുള്ള റിലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈക്വൽ ടു 2 into twice ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സെന്റൻസ് ആയിട്ട് എഴുതണേ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു twice ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ചോദിക്കും കേട്ടോ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ, ഡിറൈവ് ദിസ് റിലേഷൻ എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. ഈ റിലേഷൻ തന്നിട്ട് അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ആ എന്തേ ചോദിച്ചോ? ഇതാ ഇത് കഴിഞ്ഞിട്ടുള്ള എൽ വെച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ റെഡിയായി. ഇനി നോക്കിക്കേ, 2l into l l square, 2l square ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. അത് എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്തത്? ഏരിയ അല്ലേ അത്. ആ ഏത്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ട്വൈസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കണ്ട 2 times വന്നിട്ടുണ്ട്. അതായത് ഏരിയ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് 2 times ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചു, ഓർക്കുന്നില്ലെങ്കിൽ എഴുതി വെച്ചു. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ്, എവിടെയാടാ? ഇതാണോ? ഈ അല്ല, ഇവിടെ നോക്കിക്കേ, ഇത് മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് ആഡ് ചെയ്തതാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഈ റിലേഷൻ പഠിച്ചു നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. കൂടുതൽ ഇങ്ങനെയാ ചോദിച്ചു കണ്ടേക്കുന്നത്. ഡിറൈവ് ദിസ് റിലേഷൻ അല്ലെങ്കിൽ പ്രൂവ് ദിസ് റിലേഷൻ. ഓക്കെ, എഴുതിയ എന്തേ? നീ ചോദിച്ചോ, എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചോടാ? ഏത്? ആ എല്ലു എല്ലും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അല്ലല്ലോ നമ്മള് സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ചെയ്തത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്തത്. ഏത്? വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലെത്തിയാൽ മതി. ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുമെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് ഈ റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ. ഇവിടെ ഏരിയക്ക് എ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയക്ക് എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? എന്നാലല്ലേ നമുക്ക് റിലേഷൻ കാണിക്കാൻ പറ്റുള്ളൂ. റിലേഷനിലേക്ക് എത്തിക്കാൻ വേണം നോക്കാൻ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. കഴിഞ്ഞ ഫാഹിമ് കഴിയട്ടെ. അർജുന എഴുതുന്നുണ്ടോ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ഫാഹിമ് കഴിഞ്ഞ? ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ തന്നെ ഒരു സോളിഡ് കൺസിഡർ ചെയ്തു, അതിന്റെ ലെങ്ത് എൽ ആണ്. മറ്റേതിൽ നമുക്ക് ഏരിയ എക്സ്പാൻഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് എൽ സ്ക്വയർ ആയിട്ട് എടുത്ത്. ഇവിടെ നമുക്ക് വേണ്ട സെയിം സ്റ്റെപ്പ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ എന്തായിരുന്നു വേണ്ടത്? ഏരിയ വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൽ സ്ക്വയർ ആയിട്ട് എടുത്ത്. ഇവിടെ നമുക്ക് വേണ്ട എന്താ? വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ അപ്പൊ ഈ മെറ്റീരിയലിന്റെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെ വരും? എൽ ക്യൂബ്. ഓക്കെ, അപ്പൊ വോളിയം ഈക്വൽ ടു എൽ ക്യൂബ്. ഇനി ഇങ്ങനെയുള്ള ഈ സോളിഡിലേക്ക് പീറ്റർ ശ്രദ്ധിക്കണില്ല. ഇങ്ങനെയുള്ള ഈ സോളിഡിലേക്ക് ഞാൻ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും?
എക്സ്പാൻഡ് ആവും എന്ന് പറയുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഒറിജിനൽ വോളിയം ഇതായിരുന്നു. ആഫ്റ്റർ അപ്ലൈയിങ് ടെമ്പറേച്ചർ ഡെൽറ്റ ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ വോളിയം എങ്ങനെയായിട്ടുണ്ട്? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബായി. ഓക്കെ, അപ്പൊ ഒറിജിനൽ വോളിയം എൽ ക്യൂബ് ആയിരുന്നു. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വോളിയം എങ്ങനെയായി? ഇങ്ങനെയായി. വോളിയം ചേഞ്ച് ചെയ്ത്. ഇനി ഇൻക്രീസ് ഇൻ വോളിയം, എത്രത്തോളം വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഇൻക്രീസ് ഇൻ വോളിയം ഈക്വൽ ടു ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം എന്താ ഇവിടെ? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. എൽ ക്യൂബ് പ്ലസ് 3 എൽ ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഓക്കെ, എൽ ക്യൂബ് ക്യാൻസൽ ചെയ്ത് പിന്നെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം ഇവിടെ? ഡെൽറ്റ എൽ ക്യൂബ് നെഗ്ലക്ട് ചെയ്ത് കളയാം. എൽ ക്യൂബ് പിന്നെ ഒരെണ്ണം കൂടെ ഒരു ടേം കൂടെ നമുക്ക് കളയാം. ഡെൽറ്റ എൽ സ്ക്വയറും കളയാം. ബാക്കിയുള്ള ഏതാ? ഡെൽറ്റ എൽ സ്ക്വയർ സ്മോൾ ടേം അല്ലേ? അപ്പൊ ഡെൽറ്റ എല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് സ്മോൾ ആണ്. പിന്നെ അതുപോലെ ഡെൽറ്റ എൽ ക്യൂബ്. ഇപ്പൊ ഈ ടേം എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ. മനസ്സിലായ? മറ്റേ രീതി തന്നെ, സെയിം, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പ്ലസ് സോറി 3L സ്ക്വയർ ഡെൽറ്റ എൽ. ഡെൽറ്റ വി ഈക്വൽ ടു 3L സ്ക്വയർ 3L സ്ക്വയർ അതല്ലേ വന്നത്? 3L സ്ക്വയർ ഡെൽറ്റ എൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എല്ല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 3L ക്യൂബ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് വന്ന്. ഇനി എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? വോളിയം. അപ്പൊ ഡെൽറ്റ വി ഈക്വൽ ടു 3V ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, എക്സ്പാൻഷനിൽ അവിടെ ബാക്കി എല്ലാ ടേംസും പോകും. നോക്കിക്കേ, എൽ ക്യൂബ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞി. പിന്നെ അതുപോലെ തന്നെ ഈ ഡെൽറ്റ എൽ ക്യൂബ് എന്ന് നമ്മൾ ഡെൽറ്റ എൽ സ്ക്വയർ നേരത്തെ നെഗ്ലക്ട് ചെയ്തില്ല. അതുപോലെ ചെറുതായതുകൊണ്ട് ആ ടേം പോയി. പിന്നെ ഇവിടെയുള്ള ഡെൽറ്റ എൽ സ്ക്വയറും നെഗ്ലക്ട് ചെയ്തു. ആകെ നമുക്കുള്ള ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഈ ടേം മാത്രമേ വരുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇനി ഇവിടെ നമുക്ക് ഈ വി ഇപ്പുറത്തേക്ക് എടുക്കാം. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു 3 ഡെൽറ്റ എൽ ബൈ എൽ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടിന്റെ ഡിനോമിനേറ്റർ ഡെൽറ്റ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ ഒരു മൾട്ടിപ്ലൈയിങ് വിത്ത് ഡെൽറ്റ ടി, ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി ഈക്വൽ ടു 3 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഇതെന്ന് പറയുന്നത് എന്താ? ആൽഫ വി ഈക്വൽ ടു 3 ആൽഫ എൽ. അപ്പൊ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു ത്രൈസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എഴുതണില്ല, ഒന്നും എഴുതണില്ല, ഒന്നും എഴുതണ്ട. വേഗം എഴുതിക്കും. അടുത്ത ക്ലാസ്സിൽ ഇത് എഴുതിക്കൂ കേട്ടോ. ടൈം ആയിട്ടില്ല, കുറച്ചുകൂടെ എടുക്കാം. ഇല്ല, ടൈം ഉണ്ട്. കുറച്ചുകൂടെ എടുക്കാം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എഴുതിയത് മാറിപ്പോയെന്ന് പ്ലസ് ഇട്ടല്ലേ. ഞാൻ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഓർമ്മയില എക്സ്പാൻഡ് ചെയ്തത്. ഇനി നോട്ട് തരാം, നോമിലസ് ബിഹേവിയർ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. അല്ല, ഇതിന്റെ നോട്ടല്ല, വേറെ നോട്ട് തരാം. എഴുത്.
കഴിഞ്ഞ ടീച്ചർ കഴിയട്ടെ എന്താ നമുക്ക് പറയാം. ഇല്ല കഴിയട്ടെ. ഓക്കെ കഴിഞ്ഞു. കഴിഞ്ഞ മനസ്സിലാക്കി തന്നെയല്ലേ എഴുതണത്, വെറുതെ എഴുതി വെക്കണല്ലോ. ഇല്ല ഇത് ഇത്ര റിലേഷനേ ഉള്ളൂ. ഓക്കെ, അടുത്തത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ശ്രദ്ധിക്കൂ, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അപ്പൊ സാധാരണ ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പൊ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. സാധാരണ ഫ്ലൂയിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും, വോളിയം കുറയും. പക്ഷെ വാട്ടറിന്റെ കേസ് നോക്കുമ്പോൾ വാട്ടറിന് ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ് ഏകദേശം ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 4 ഡിഗ്രി സെൽഷ്യസിനും അതല്ലെങ്കിൽ ഇപ്പൊ ഏകദേശം 4നും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ആ റേഞ്ച്. എല്ലാ ലിക്വിഡിന്റെ കേസ് നോക്കുമ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. പക്ഷെ വാട്ടറിന് ടെമ്പറേച്ചർ കുറഞ്ഞ് ഏകദേശം റേഞ്ച് എന്ന് പറയുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എത്തുമ്പോൾ, ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറയണതിനനുസരിച്ച് വോളിയം എന്താ ചെയ്യേണ്ട, സാധാരണ ഡിക്രീസ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിന് ഒരു അനോമലസ് ബിഹേവിയർ ആണ് ഉള്ളത്. അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞ് ഒരു 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് തന്നെ ആയിരിക്കും, വോളിയം കുറഞ്ഞ് തന്നെ കാണിക്കത്തുള്ളൂ. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എത്തിക്കഴിയുമ്പോൾ വോളിയം കുറയേണ്ടതിന് പകരം എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. ഓക്കെ, അതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി വോളിയം കുറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാ പഠിച്ചത്, ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. അപ്പൊ വോളിയം കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വോളിയം ഇവിടെ കൂടിയേ ചെയ്തേക്കുന്നത്. വാട്ടറിന്റെ ബിഹേവിയർ വെച്ച് 4 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എത്തുമ്പോൾ വോളിയം എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും, അവിടെ കുറയും. അപ്പൊ ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഈ ഒരു ബിഹേവിയർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ കോൾഡ് ആയിട്ടുള്ള റീജിയൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ എന്താ പറയാ അപ്പർ സർഫസ് ഫ്രീസ് ആയിട്ട് നിൽക്കും, അടിയിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ കൂടെ ഒക്കെ ഇപ്പൊ അവിടുത്തെ അക്വാട്ടിക് ആനിമൽസ് അല്ലെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ എല്ലാം സർവൈവ് ചെയ്യുന്നത് വാട്ടറിന്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അതായത് അപ്പർ സർഫസ് മാത്രം എന്ത് ചെയ്ത് നിൽക്കും, ഫ്രീസ് ആയി നിൽക്കും. താഴെയുള്ള സർഫസ് ഒക്കെ അടിയിൽ വെള്ളം, അത് കണ്ടിട്ടില്ലേ, ഇപ്പൊ സിനിമയിലൊക്കെ ആയാലും കണ്ടിട്ടുണ്ടാവില്ലേ, അടിയിൽ കൂടെ മീനോടി പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മുകളിൽ മാത്രം എന്തായിരിക്കും, ഫ്രീസ് ആയിട്ട് നിൽക്കും. അത് വാട്ടറിന്റെ ഈ അനോമലസ് ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം ഫ്രീസ് ആയിട്ട് നിൽക്കും, അടുത്ത ആളിലൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഡെൻസിറ്റി കുറവാന്നാ കാണിക്കുന്നത്. ഇപ്പൊ വോളിയം കൂടി വരുമ്പോ വോളിയം കൂടുന്തോറും ഡെൻസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയും. അതുകൊണ്ടാണ് ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. താഴെ ആ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ലല്ലോ, ടെമ്പറേച്ചർ അതായിരിക്കില്ല. ഇവിടത്തെ അപ്പർ സർഫസിനെ വെച്ച് നോക്കുമ്പോൾ താഴെ ടെമ്പറേച്ചർ എന്തായിരിക്കും, അപ്പൊ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടുത്തെ അക്വാട്ടിക് ആനിമൽസ് സർവൈവ് ചെയ്യുന്നത്. ആ നോട്ടൊന്ന് എഴുതിക്കോട്ടാ, അത് ചിലപ്പോ ചോദിക്കുമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണേ. ഓക്കെ, എഴുതിക്കോ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് ഹെഡിങ് കൊടുക്കുക. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ഇത് ചോദിക്കാറുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ നോട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ട് വന്നോട്ടാ. എഴുതിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോട്ടായിട്ട് വരാനോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് ചോദിക്കും. അത് ആസ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അനോമലസ് ബിഹേവിയർ എന്ന് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുള്ളൂ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ.
സ്പീഡ് കുറച്ചേ പറയുള്ളൂ. ആസ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് കഴിഞ്ഞ all the substances contract and their density increases. കണ്ട, അപ്പൊ എല്ലാ സബ്സ്റ്റൻസിന്റെ കേസിൽ നോക്കുമ്പോ എന്താ, ടെമ്പറേച്ചർ കുറയുമ്പോ വോളിയം എന്ത് ചെയ്യും, കുറയും. ഇപ്പൊ ഇത് കണ്ട, ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോ ഡെൻസിറ്റി എന്നാ പറയട്ടെ. ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോ വോളിയം കുറയും അല്ലെ. വോളിയം കുറയുമ്പോ ഡെൻസിറ്റി എന്ത് ചെയ്യും, വോളിയം കുറയുമ്പോ ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. അതാണ് സാധാരണ സബ്സ്റ്റൻസ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞ ആസ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ്. ശ്രദ്ധിക്കണേ, all the substances contract and their density increases. ടെമ്പറേച്ചർ കുറയുമ്പോ ബാക്കി എല്ലാ സബ്സ്റ്റൻസിന്റെയും ഡെൻസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. വോളിയം കുറയുമ്പോ ഡെൻസിറ്റി കൂടും എല്ലാ സബ്സ്റ്റൻസിനും. ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് വാട്ടർ. എഴുതിക്കോ, ബട്ട് ഡെൻസിറ്റി ഇൻക്രീസസ്, ഫുൾ സ്റ്റോപ്പ്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് വാട്ടർ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് വാട്ടർ. Water contract as its temperature water contract as its temperature is decreased, as its temperature is decreased except from 4 degrees Celsius to 0 degrees Celsius. 0 degrees Celsius, 4 degrees Celsiusന് മുമ്പ് വരെ എങ്ങനെയായിരിക്കും, ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു തന്നെ വരും. വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. അങ്ങനെ തന്നെ സാധാരണ എല്ലാ സബ്സ്റ്റൻസിനും പോലെ തന്നെയാണ് വാട്ടറിനും വരുന്നത്. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എത്തുന്ന ആ റേഞ്ച്, അല്ലെങ്കിൽ 4 തൊട്ട് 0 വരെയുള്ള റേഞ്ചിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നേരെ തിരിയാൻ തുടങ്ങുന്നത്. ടെമ്പറേച്ചർ കുറയണ അനുസരിച്ച് വോളിയം കുറയുകയല്ല, മറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും, കൂടാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ വരെ 0 ഡിഗ്രി സെൽഷ്യസ് വരെ എഴുതിയത്. ഓക്കെ, ഇൻ ദിസ് ടെമ്പറേച്ചർ റേഞ്ച് instead of contracting water expand and density become less. Okay, density become less. This abnormal property of water is known as anomalous behavior of water. Due to this behavior, അടുത്ത ഒരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ, അടുത്ത സെക്ഷൻ ആയിട്ട് എഴുതിക്കോ. Due to this behavior of water, in cold places, water get frozen in ponds and lakes at the top surface only and bottom portion
bottom portion remain as water itself. Remain as water itself. Remain as water itself. Top surface only. അതായത് എന്താ പറയുക, ഫ്രോസൺ. ഫസ്റ്റ് നമ്മൾ സെന്റൻസ് ചെയ്തത് അങ്ങനെയല്ലേ, ഫ്രോസൺ അറ്റ് ദ ടോപ്പ് സർഫസ് ഓൺലി, അങ്ങനെ എഴുതിയാൽ മതി. വാട്ടർ ഗെറ്റ് ഫ്രോസൺ അറ്റ് ദ ടോപ്പ് സർഫസ് ഓൺലി ആൻഡ് ബോട്ടം പോർഷൻ റിമെയിൻ ആസ് വാട്ടർ ഇറ്റ് സെൽഫ്. This helps the plants and animals. This helps the plants and animals. This helps the plants and animals in water. This helps. Peter, this helps the plants and animals in water to survive during winter season. To survive during winter season. This helps plants and animals in water to survive during winter season. To survive during winter season. During winter season. ഏതാണ് ഇത് എഴുതണ്ടായി? ഞാൻ പറഞ്ഞ മനസ്സിലാവും, വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. എല്ലാ ഫ്ലൂയിഡ്സിന്റെയും വാട്ടറിന്റെയും എത്ര വരെ? ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ കുഴപ്പമില്ല. പക്ഷെ 4നും 0ക്കും ഇടയ്ക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? നേരെ തിരിച്ചാകാൻ തുടങ്ങും. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയേണ്ടതിന് പകരം ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിയുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം നേരെ എന്ത് ചെയ്യും? കൂടും. വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. വോളിയം കുറയുമ്പോൾ 4.5 4.5 എന്ന് പറയുമ്പോ ഏകദേശം ആ റേഞ്ച് അല്ലേ? ഇപ്പൊ നോക്കിക്കേ, 4 ഡിഗ്രിക്കും 0ക്കും ഇടയിലുള്ള റേഞ്ചിൽ എത്തുമ്പോഴത്തേക്കുമാണ് വോളിയം എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? 5ന്റെ 4ന്റെ ഇടയിൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും? അപ്പോഴും ഇത് തന്നെ കാണിക്കുള്ളൂ, ഡിക്രീസ് തന്നെ കാണിക്കത്തുള്ളൂ. ഈ ഒരു റേഞ്ച് തൊട്ടാണ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് തുടങ്ങണത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക്. ഒരു ചെറിയ ടോപ്പിക് കൂടി, ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞോ പ്ലീസ്. അന്ന് അടുത്ത ക്ലാസ്സിൽ ഇത്രയും പഠിച്ചിട്ട് തന്നെ അനോമലസ് പ്രോപ്പർട്ടി ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ഇപ്പൊ തന്നെ വായിക്കും, 5 മിനിറ്റ് വേഗം വായിച്ചു. അല്ലെ ഞാൻ അടുത്ത ടോപ്പിക് എടുക്കണം. അനോമലസ് പ്രോപ്പർട്ടി വായിക്കണം, വേഗം വായിച്ചു.